ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ സുജാത മിക്സി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വർഷങ്ങളായി ഒരു മിക്സി ഉപയോഗിക്കുന്നവരുണ്ടാവും, പുതുതായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ അറിയുന്നെങ്കിൽ വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അതൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബ്രഷിൽ മുക്കിയിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെയും അതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക. എല്ലാ മിക്സി ജാറും പോലെ തന്നെ ഇതിനും 3 ജാറ് കിട്ടുന്നുണ്ട്. ഞാൻ ദോശയ്ക്ക്, ആപ്പത്തിന്, ഇഡ്ഡലിക്ക് എല്ലാത്തിനും ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഇതൊന്ന് ചെറുതായിട്ട് പണി മുടക്കി. അപ്പം ഞാൻ ഒരാളെ കൊണ്ടുവന്ന് ഇത് സർവീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. 1-2 പ്ലഗിലൊക്കെ രാവിലെ തന്നെ കുത്തിവെച്ച് നോക്കിയിരുന്നു. അതിലൊന്നും വർക്കായില്ല. പിന്നെ ഞാനിത് താഴെ കൊണ്ടുപോയിട്ട് അത്യാവശ്യം അരയ്ക്കാനുള്ളത് അരച്ചെടുത്തിട്ടാണ് വരികയാണ് ചെയ്തത്. അവരുടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊരു വൈകുന്നേരം ആയപ്പോൾ ആൾ വന്നു നോക്കി. പക്ഷേ മിക്സിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നില്ല. ആ ഒരു പവർ പ്ലഗിന് അല്ലെങ്കിൽ ആ ഒരു ഇതിന് മാത്രമായിരുന്നു കംപ്ലൈൻറ്റ്. അവർ കൊണ്ടുവന്ന് വേറൊരു പോയിന്റിൽ കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്സിക്ക് ഒരു പ്രശ്നവുമില്ല. 5 കൊല്ലമായിട്ട് ഉപയോഗിക്കണം, മിക്സിക്ക് ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ട് മിക്സിക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടെ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഡൗട്ടുകളൊക്കെ അവരോട് ചോദിച്ചിരുന്നു ഇത് വൃത്തിയാക്കണതിനെക്കുറിച്ച്. കാരണം നമ്മൾ ഈ ജാറ് വെക്കണ ഭാഗത്ത് പെട്ടെന്നൊന്നും വൃത്തിയായി കിട്ടില്ല. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാതെ ഈ ഒരു വീഡിയോന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അതിൻ്റെ ടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ ആ എടുക്കുമ്പോൾ തന്നെ അറിയാതില്ല എന്തുമാത്രം ചളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാനൊരു സ്ക്രബ്ബർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രഷ് കിട്ടിയിരുന്നു, ചെറിയ ഒരു ചീപ്പ് പോലത്തെ ഒരു ബ്രഷ്. അതും ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാകുമ്പോൾ ചെറിയ ഏരിയയിൽ പോലും അത് നല്ല സ്മൂത്തായിട്ട് കിടക്കും.
ഇതിൻ്റെ മൂടിയുടെ കാര്യമാണ്. ഇത് നമുക്ക് സാധാരണ പാത്രം കഴുകണ പോലെ ബ്രഷും ലിക്വിഡും ഉപയോഗിച്ച് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് നല്ല പോലെ തേച്ചരച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് നിന്നോളും. ഇപ്പം നമ്മുടെ മിക്സി നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ടുണ്ട്. നമ്മുടെ മിക്സി ജാറിൻ്റെ മൂടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ക്ലിപ്പിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചളി പോയി നിൽക്കും. അത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാലും അത്രത്തോളം വൃത്തിയാവണമെന്നില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു ഇതിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സർവീസ് ആൾ വന്നപ്പോഴാണ് ഇതിങ്ങനെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഊരി മാറ്റി വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് പല പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്ലിപ്പ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ക്ലിപ്പ് പൊട്ടിപ്പോയാൽ നമുക്ക് പകരം ക്ലിപ്പ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതേപോലെ അതിൻ്റെ ഈ വാഷറുണ്ടല്ലോ, മറ്റേ റബ്ബറിൻ്റെ ആ ട്യൂബ്, അത് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ലൂസാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കുമ്പോൾ അതൊരു കളറൊക്കെ മാറുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിട്ട് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സുജാതയുടെ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഷോപ്പിലോ പോയി വെച്ചാൽ നമുക്ക് ഓരോ പാർട്ടും തനിത്തന്നെയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ മിക്സി ജാറ് വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിപ്പൊക്കെ ഊരി മാറ്റിയപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള ചെറിയൊരു മൂടിയല്ലേ, അത് നമുക്ക് ഊരി മാറ്റിയിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ലിക്വിഡിൽ മുക്കിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. വേറെ ഒന്നും തന്നെ ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ മിക്സിയിൽ അരി അരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ചെറിയ ഹോളിൽ ഈ മാവ് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അതിന് ഇതുപോലെ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ മിക്സി ജാറും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അടുത്തത് മിക്സി ജാറാണ്. ജാറിൽ 2 ജാറുകൾ ബ്ലേഡ് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്ലേഡ് ഊരിയിട്ട് വേറെ ബ്ലേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ
നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ബ്ലേഡ് ഊരിയിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ അടിയിലും ജാറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും അരച്ചെടുക്കുമ്പോൾ ജാറിൽ നിന്ന് ഒട്ടും പുറത്തു പോകാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതേപോലെ ലീക്കുള്ള ജാറുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മോട്ടറിലേക്ക് വെള്ളം ഇറങ്ങി ഷോക്ക് അടിക്കാനും മോട്ടർ കേടുവരാനും സാധ്യതയുണ്ട്. ഒരു ദിവസത്തെ ഉപയോഗത്തിന് ശേഷം വൈകുന്നേരം ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദുർഗന്ധം വരുന്നത് ഒഴിവാക്കാനും അതുവഴി പാറ്റ ഉറുമ്പ് പോലെയുള്ളത് വരാതിരിക്കുകയും ചെയ്യും. പാറ്റയോ ഉറുമ്പോ കയറിയാൽ മതി, മിക്സി പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരില്ല.